മക്കളെ വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് എക്സാം, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഈ പരീക്ഷകളുടെയൊക്കെ മെയിൻസ് എക്സാം നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഉറപ്പായിട്ട് നിങ്ങൾ റാങ്ക് അടിച്ചിരിക്കും. ഞാനാ പറയുന്നത്. അതിനകത്ത് ഒന്ന്, നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ എക്സാം പ്രതീക്ഷിക്കാം. കാരണം കേരള PSC തന്നെ പറയുന്നുണ്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനകത്ത് എക്സാമിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. സോ സെപ്റ്റംബർ മാസം തന്നെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഒരുപാട് നിയമനം നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിച്ച് കേട്ടോളാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും അധികം വേക്കൻസി ഉള്ള കേരള PSCയുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാം, അത് ഒരു ഡൗട്ടും ഇല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. ഏതാണ്ട് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് 4000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 4000-ഓളം നിയമനങ്ങൾ, അതായത് ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താൽ പോലും, കേരള PSC നടത്തുന്ന എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താൽ പോലും 1500-ഓളം നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. അവിടെയാണ് ഒറ്റ പരീക്ഷ 4000-ഓളം നിയമനങ്ങൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒരേ എക്സാം തന്നെ ആയിരിക്കും. ബാക്കിയെല്ലാം ഡിഫറെന്റ് എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി എത്ര ദിവസമുണ്ട്? നിങ്ങളുടെ മുമ്പിൽ ഇനി 80-ലധികം ദിവസമുണ്ട്. 80-ലധികം ദിവസം. ഈ 80-ലധികം ദിവസം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം സെൽഫ് ട്രസ്റ്റ് ആണ്. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ സമയത്തെ ഏറ്റവും നന്നായിട്ട് സേവ് ചെയ്യാം. നിങ്ങളുടെ സമയം മറ്റൊരാവശ്യത്തിന് വേണ്ടി കൊടുക്കരുത്, ഒരാൾക്കും വേണ്ടി കൊടുക്കരുത്. ഈവൻ നിങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ വന്നു, ഒരു കല്യാണം വന്നു, ഒരു ഹൗസ് വാമിംഗ് വന്നു, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം എക്സാമിന് ശേഷമാണ്. നാളെ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങളൊരു ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ട് പോയാൽ മതി. ആ വിഷമങ്ങൾ ഫുൾ അങ്ങ് തീരും. അല്ലാതെ ഫ്രണ്ട്സിന് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ ഒരിക്കലും നിങ്ങൾ സമയം കളയരുത്. ഈ 90 ദിവസം വളരെ പ്രഷ്യസ് ആണ്. അതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മക്കളെ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളും എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പേര് പോലും കാണത്തില്ല. ലാസ്റ്റ് ബോഡി എത്തിയോ, ബോഡി ദഹിപ്പിച്ചോ, അങ്ങനെ മാത്രമേ നാട്ടുകാരും എല്ലാവരും ചോദിക്കത്തുള്ളൂ. അവർക്ക് വേണ്ടി കളയാനുള്ളതല്ല നിങ്ങളുടെ സമയം. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ സമയം. സോ ആ സമയത്തെ ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത്. ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അവരെങ്ങനെ വിചാരിക്കുന്നു, ഓക്കെ ബാക്കിയുള്ള സമയം എനിക്ക് പ്രിപ്പയർ ചെയ്യാം, ഇനി സമയം കിടപ്പുണ്ടല്ലോ, 2 മാസം കിടപ്പുണ്ടല്ലോ, 3 മാസം കിടപ്പുണ്ടല്ലോ, ലാസ്റ്റ് 1 മാസം ലീവ് എടുക്കാം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ഇത് നമ്മുടെ മനസ്സ് ഒരു ട്രാപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതായത് അവസാന നിമിഷം കൊണ്ട് ആർക്കും ഒരു അത്ഭുതവും കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ പണ്ട് കോളേജ് സ്കൂളിലൊക്കെ പഠിക്കും, വിചാരിക്കും ലാസ്റ്റ് ദിവസം പഠിക്കാം, ലാസ്റ്റ് മാസം പഠിക്കാം, അങ്ങനെ നീണ്ടു പോകും. ലാസ്റ്റ് നമ്മുടെ റിസൾട്ട് മൊത്തം പോകും, സപ്ലി അടിച്ച് അവിടെ കിടക്കും. ആ ഒരു അവസ്ഥ ഒരിക്കലും ഇവിടെ വരരുത്. PSCക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ജോലിക്ക് പോയാണോ പഠിക്കുന്നത്, പാവപ്പെട്ടാണോ പണക്കാരനാണോ, മോർണിംഗ് ബാച്ചിലാണോ പഠിക്കുന്നത്, ഈവനിങ് ബാച്ചിലാണോ പഠിക്കുന്നത്, ഓൺലൈനോ ഓഫ്ലൈനാണോ, ഇതൊന്നും PSCക്ക് അറിയേണ്ട ആവശ്യമില്ല. അവിടെ ആരാണോ റാങ്ക് ലിസ്റ്റിൽ മേലിൽ വരുന്നത് അവർക്ക് ജോലി കിട്ടും. മാത്രമല്ല, 1 മാർക്ക് ശ്രദ്ധിക്കുക, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് 1 മാർക്ക് 100 200 റാങ്കാണ് നിങ്ങളെ മുമ്പിലേക്ക് പുറകിലൊക്കെ മാറ്റാൻ പോകുന്നത്. 1 മാർക്ക് 200 റാങ്ക് വരുന്നെങ്കിൽ മുമ്പിലേക്ക് പുറകിലേക്ക് മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു 3 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ 10-600 റാങ്ക് പുറകിൽ പോകും. ഈ 600 റാങ്കൊക്കെ നിയമനം നടക്കണമെങ്കിൽ ആദ്യത്തെ ഒരു വർഷം നോക്കിയാൽ 1 വർഷം വരെ കാത്തിരിക്കണം. സോ 1 വർഷം കൊണ്ടം കളയും. ഇനി റാങ്ക് അവസാനമാണെങ്കിലോ നമ്മുടെ ജോലി പോലും കിട്ടത്തില്ല, കഥം തീർന്നു. അപ്പോൾ ഓരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു 3 മാസത്തേക്ക് ലീവ് എടുത്തു, ഒരു 3 മാസത്തേക്ക് ഒന്നും നോക്കാതെ ലീവ് എടുത്തോ, അതുപോലുള്ള സേവിങ്സ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കടം മേടിച്ചാലും കുഴപ്പമില്ല, ജസ്റ്റ് 3 മാസം ജീവിച്ചു പോകാനുള്ള കാശ് അവിടെ നിങ്ങൾക്ക് കിട്ടും. ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നിങ്ങൾ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും വെച്ച് നിങ്ങൾ പഠിക്കുക. 6 മണിക്കൂർ മസ്റ്റ് ആയിട്ടും പറ്റും. ആ 6 മണിക്കൂർ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? ഒരിക്കലും ചുമ്മാ ഒരു ഗോൾ ഇല്ലാതെ എന്തൊക്കെയോ വായിച്ച് പഠിക്കുന്ന ഒരു അവസ്ഥയില്ല, മറിച്ച് കൃത്യമായിട്ടും എല്ലാ ദിവസവും നിങ്ങളൊരു ഹോട്ട് ടോപ്പിക്ക് പഠിക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഹോട്ട് ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടും പഠിക്കാം. ആ ഹോട്ട് ടോപ്പിക്സ് തീർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ചവറ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഒരു ഹോട്ട് ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം. ഒരു 3-4 ടോപ്പിക്കുകൾക്ക് മസ്റ്റ് ആയിട്ടും റിവിഷൻ കൊടുക്കുക. സ്റ്റഡി റിവിഷൻ. ഒരു മോക്ക് എക്സാം നിങ്ങൾ മസ്റ്റ് ആയിട്ടും എടുക്കുക. എന്തുകൊണ്ടാണ് മോക്ക് എക്സാം എടുക്കണമെന്ന് പറയുന്നത്? അവിടെ മോക്ക് എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10 മാത്സ് കിട്ടും, 10 ഇംഗ്ലീഷ് കിട്ടും, 10 മലയാളം കിട്ടും. അവിടെ വൊക്കാബുലറി ഏരിയ മൊത്തം സ്ട്രോങ് ആവും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് സ്പീഡ് കൂട്ടാൻ പറ്റും. സത്യത്തിൽ ടെൻസസിന്റെ ഒരു ക്വസ്റ്റൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിലാത്ത ടോപ്പിക്കാണ് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാത്സും ഇംഗ്ലീഷും മലയാളം റിവിഷൻ കൊടുക്കണമെന്ന് ആവശ്യം വരത്തില്ല. അതൊക്കെ അവിടെ സെറ്റായിട്ട് മാറും. സ്പീഡൊക്കെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു മോക്ക് എക്സാം എടുക്കാം. അപ്പൊ എന്താണ് ടെക്നിക്ക്? SRM ടെക്നിക്കാണ്. സ്റ്റഡി, ദെൻ റിവിഷൻ, മോക്ക് എക്സാം. സ്റ്റഡി, റിവിഷൻ, മോക്ക് എക്സാം ആൻഡ് മൈൻഡ് ഇറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ഒരു ദിവസം മിസ്സാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് അച്ചീവ് ആവത്തില്ല, ഗോൾ അച്ചീവ് ചെയ്യത്തില്ല. ഞാനാ പറയുന്നത്. എല്ലാ ദിവസവും എൻഷർ ചെയ്യാം. നിങ്ങൾ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കുന്നുണ്ട്, ഒരു മോക്ക് എക്സാം എടുക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ ഹോട്ട് ടോപ്പിക്സ് തന്നെ ഫസ്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ സമയം വെറുതെ അങ്ങ് പോകും.
അപ്പോൾ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഹോട്ട് ടോപ്പിക് അത് മസ്റ്റായിട്ടും സ്റ്റാർട്ടിങ് തന്നെ സെറ്റ് ചെയ്ത് അങ്ങ് പോകും. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫുൾ അങ്ങ് ഉണ്ടാക്കാം. അതിനുശേഷം മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എഴുതിച്ചിട്ട് ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ പേര് ആ റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്ന രംഗ സ്വപ്നം കാണുക. അതൊക്കെ നന്നായിട്ട് ആലോചിക്കുക. എന്നിട്ട് പറയുക, ജസ്റ്റ് സ്വയം പറയുക, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന സിഗ്നലാണ്. അപ്പോൾ ബ്രെയിൻ വിശ്വസിക്കും, ഓക്കെ പുള്ളി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ ബ്രെയിൻ തന്നെ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചോളും. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ ലൈഫ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുക. അതായത് ഓരോ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഓരോ ദിവസം നിങ്ങളുടെ പ്രോഗ്രസ്സിനായിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, ഏതൊക്കെ ടോപ്പിക്കിൽ പഠിച്ചു, ഒരു ബുക്കിനകത്ത് ഫുൾ അങ്ങ് എഴുതിയിട്ടേക്കാം. അപ്പോൾ ബ്രെയിൻ നോക്കുമ്പോൾ എന്താണ്, ഓക്കെ പ്രൂഫ് ഉണ്ട്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് നമ്മുടെ മനസ്സ് അങ്ങോട്ട് മെസ്സേജ് കൊടുത്തു. ബ്രെയിൻ നോക്കുമ്പോൾ ഓക്കെ പഠിച്ച ടോപ്പിക്കിൽ മൊത്തം പ്രൂഫും ഉണ്ട്. ബ്രെയിൻ അത് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ബാക്കി പണി മൊത്തം അവൻ അങ്ങ് എടുത്തോളും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓണസ്റ്റായിട്ട് പറയാം, സക്സസ് ആയ ആരെ വേണോ നിങ്ങൾ എടുത്തു നോക്ക്, അവരെല്ലാം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ ലൈഫ് ഡോക്യുമെന്റ് ആക്കി കാണും, കൃത്യമായിട്ട് എഴുതി അങ്ങ് പോകും. ഓക്കെ, പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ ഒരു തമാശാക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പണ്ടെന്നോ ആഗ്രഹിച്ച ഒരു ജീവിതമാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് വലുതായിരുന്നെങ്കിൽ മതിയായിരുന്നു, ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടിക്കാണും. അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ, ഇഷ്ടപ്പെട്ട ഒരു പയ്യനൊക്കെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതൊക്കെ നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ലൈഫാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്. സോ ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നാളെ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ടൊന്നും ചെയ്യാം. ഒരു സമയം പോലും മക്കളെ വെറുതെ കളയരുത്. കാര്യം നിങ്ങൾ ഉഴപ്പുന്ന ഒരു സമയം, ശ്രദ്ധിച്ച് കേട്ടോടാം, നിങ്ങൾ ഉഴപ്പുന്ന ഒരു സമയം നിങ്ങളുടെ കോമ്പറ്റീറ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മിസ്സാക്കരുത്. കട്ടയ്ക്ക് പിടിച്ച ഒരു സമയം പോലും നിങ്ങൾ കളയരുത്. മാത്രമല്ല ചാൻസ് മറക്കണ്ട. ഏതാണ്ട് 3,90,000 ആൾക്കാരാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതിനകത്ത് 2.5 ലക്ഷം ആൾക്കാർ മാത്രമേ എക്സാം എഴുതാൻ പോയിട്ടുള്ളൂ. അതിനകത്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റൊക്കെ നോക്കുകയാണെങ്കിൽ 50,000-ഓളം ആൾക്കാരെ പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് കയറ്റിയിടും. അതിൽ 4,000 പേർക്ക് ജോലിയാണ്. അതായത് പ്രിലിംസിന്റെ ലിസ്റ്റിൽ വരുന്ന ഏതാണ്ട് ഒരു 15 ഒരാൾക്ക് ജോലി, 14 ഒരാൾക്ക് ജോലി, ഇത്രയും വലിയ സാധ്യതയുണ്ട്. പക്ഷേ 14 പേരോട് മത്സരിക്കാം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ 14 പേരുണ്ട്. ഈ 14 പേരോട് മത്സരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഷുവറായിട്ടും പറ്റും. സമയം മാറ്റി വെച്ചോ. അവസാനത്തേക്ക് ഒന്നും നീട്ടി വെക്കരുത്. ഇപ്പോഴേ 80 ദിവസം, ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അങ്ങനെ ഒരു സ്ട്രക്ചർ ഇട്ട് പോകും. നിങ്ങൾ വിജയിച്ചിരിക്കും. ഞാനാ പറയുന്നത്, പഠിച്ചോ, എല്ലാം നിങ്ങൾ നേടിയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഡിഗ്രി മെയിൻസ് ഒരു ഏറ്റവും നല്ല ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സ് നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ 2ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് വളരെ പെട്ടെന്നാണ് ഫില്ല് ചെയ്തത്. അപ്പോൾ 2ാമത്തെ ബാച്ച് എന്താ ക്ലോസ് ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID ആ ഒരു ബാച്ച് കാണാൻ പറ്റും. അതേപോലെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ ആ ഒരു ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾ നോക്കുന്നത് അതിൽ ജോയിൻ ചെയ്തോ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. എന്നിട്ട് നന്നായിട്ട് പഠിച്ചോ. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇപ്പോഴേ ഒന്ന് സ്വപ്നം കണ്ടോ 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ പേര് ഇങ്ങനെ കിടക്കുന്നത്. ക്ലാസ്സിൽ കാണാം. ബൈ.